വണ്ടി സ്ലോ ആയി പീതാംബര കുറുപ്പേട്ടനെ കണ്ടപ്പോഴാണ് കുറുപ്പേട്ടൻ വിളിച്ചപ്പോഴത്തേക്കാണ് ഇദ്ദേഹം ഇറങ്ങി വന്നതിന് ശേഷം എന്തൊക്കെയോ ഇദ്ദേഹം പെട്ടെന്ന് അങ്ങ് വയലന്റായി പീതാംബര ചേട്ടൻ സംസാരിക്കാൻ പോകുമ്പോഴത്തേക്ക് കൂടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിക്കാർ പുള്ളി എടുത്തങ്ങ് മാറ്റി. ഇദ്ദേഹം ഫ്രണ്ടിൽ വന്നിട്ട് എന്തൊക്കെയോ വളരെ വയലന്റായി സംസാരിച്ച് തിരിച്ച് വണ്ടി കയറി ഇദ്ദേഹം പോവുകയാണ്. അടുത്താണ് സംസാരിച്ചത്. അതെ. കോൺഗ്രസിനകത്ത് ഒരുപാട് ഗ്രൂപ്പുണ്ട്. ഞാനും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് തന്നെ ഞാനും നിൽക്കുന്നത്. അപ്പം അതിന്റെ വൈരാഗ്യമാണ്, അതിന്റെ ദേഷ്യമാണ് എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പുള്ളിയെ കണ്ട് വരാമെന്ന് പുള്ളി പറഞ്ഞ ടൈമാണ് മാറ്റിയത്. പുള്ളി പറഞ്ഞ സമയമാണ് 7 മണിയാണ് സാധാരണ ഞങ്ങൾ സമ്മേളനം നടത്തുന്നത്. 6 മണിക്ക് വെക്കണമെന്ന് പറഞ്ഞു. പുള്ളിക്ക് 6:30 ചെമ്പഴന്തിയിൽ പോകണമെന്ന് പറഞ്ഞു. ബിനിൽ ലീല സാബു ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ബിനിൽ, കേസെടുത്തിട്ടുണ്ട് ഈ ചേന്തി അനിൽ അടക്കം കണ്ടാലറിയാവുന്നവർക്കെതിരെ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ വിശദാംശങ്ങൾ? ഇന്ന് ചെമ്പഴന്തിയിലാണ് മുഖ്യമന്ത്രിക്ക് ഔദ്യോഗികമായി പരിപാടി ഉണ്ടായിരുന്നത്. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷ പരിപാടി അവിടെ മാത്രമാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അവിടേക്കുള്ള യാത്രക്കിടയിൽ ചേന്തിയിലെ ഈ പരിപാടിയിലും മുഖ്യമന്ത്രി പങ്കെടുക്കും എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കരുതിയിരുന്നത്. ആ ഭാരവാഹികൾ പറഞ്ഞത് മുഖ്യമന്ത്രി ഓഫീസിലെത്തി ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചതാണ്. അപ്പോൾ 6 മണിക്ക് ഈ പരിപാടിയിലെത്താം, 6:30 ചെമ്പഴന്തിയിലെ പരിപാടി എന്നാണ് അറിയിച്ചത്. പക്ഷേ ഇന്നത്തെ ഔദ്യോഗിക പരിപാടിയിൽ ഷെഡ്യൂളിൽ ഈ പരിപാടി ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടേക്ക് മുഖ്യമന്ത്രി എത്തിയപ്പോൾ അവിടെ ഒരു സ്വകാര്യ പരിപാടി ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക്. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഇവിടേക്ക് വന്നത്. വരുമ്പോൾ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ പ്രവർത്തകരും ഈ ക്ഷേത്രത്തിന്റെ അവിടുത്തെ സാംസ്കാരിക നിലയത്തിന്റെ ഭാരവാഹികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി വാഹനം നിർത്തി പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് കയർത്ത് മുഖ്യമന്ത്രി സംസാരിച്ചു. മുഖ്യമന്ത്രി ക്ഷുഭിതനായി സംസാരിച്ചു. മുഖ്യമന്ത്രിയെ വഴി തടഞ്ഞിട്ടില്ല എന്നാണ് ചേന്തി അനിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. അതിനോടൊപ്പം ചേർത്ത് വെക്കുന്ന ഒരു കാര്യം, ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണം വരുന്നത് എന്നാണ് ചേന്തി അനിൽ പറയുന്നത്. നിലവിൽ മുഖ്യമന്ത്രിയെ വഴിതടയൽ, ജോലി തടസ്സപ്പെടുത്തൽ, അപമര്യാദയെ പെരുമാറി തുടങ്ങിയ വകുപ്പുകളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് DCC അംഗം ചേന്തി അനിലിനെതിരെയും കണ്ടറിയാവുന്ന മറ്റുള്ളവർക്കെതിരെയും കേസ് എടുത്തിരിക്കുന്നത്. നിലവിലെ ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വന്നതാണ്. അവിടെ മുഖ്യമന്ത്രിയെ വഴി തടയുന്നില്ല എന്നുള്ളത് ആ ദൃശ്യങ്ങൾ വ്യക്തമാണ്. മുഖ്യമന്ത്രി വാഹനം നിർത്തി പുറത്തേക്ക് ഇറങ്ങി വന്നതിന് ശേഷം അവരുമായി സംസാരിക്കുമ്പോൾ ചേന്തി അനിലിനോടാണ് കയർത്ത് അദ്ദേഹം ക്ഷുഭിതനായി സംസാരിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് ഈ അനിലിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചുകൊണ്ട് പോകുന്നതടക്കം മാറ്റിനിർത്തുന്നതടക്കം ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും ഒരു കോൺഗ്രസ് നേതാവിനെതിരെ തന്നെ ഇപ്പോൾ ശ്രീകാര്യം പോലീസ് കേസ് എടുത്തിരിക്കുകയാണ്. നിലവിൽ ചേന്തി അനിൽ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചത് ഇതിൽ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ട്, കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാത്തത്. VD സതീശന് ഒപ്പം നിൽക്കുന്ന ഒരു നേതാവ് ചെമ്പഴന്തിയിലുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാതെ ചെമ്പഴന്തിയിലെ ഗുരുകുലത്തിലെ പരിപാടിയിൽ മാത്രം VD സതീശൻ പങ്കെടുത്തത് എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. നിലവിൽ എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. DCC അംഗമായ ചേന്തി അനിലിനെതിരെയും കണ്ടറിയാവുന്ന മറ്റുള്ളവർക്കെതിരെയുമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ശരി ബിനിൽ, തിരുവനന്തപുരത്ത് നടന്ന സംഭവങ്ങളുടെ വിശദാംശങ്ങളാണ് ബിനിൽ നൽകിയത്.